മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളത് കുടകളൊക്കെ ഇങ്ങനെ നിവർത്തിക്കുന്നു മസ്ജിദിൻ്റെ വീട് മുറ്റത്ത്. എന്തായാലേ ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ അത് തിരിച്ചവരുടെ റൂമുകളിലേക്ക് പോണ്. നമ്മളും പോവുകയാണ്. ഇഷാന് തിരിച്ചു വരണം. എന്തായാലും പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം. നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ കുറേ ആൾക്കാരൊക്കെ പോയി തുടങ്ങിട്ടോ. ഇന്ത്യൻ ഹാജിമാർ ആദ്യം മദീനയിൽ വന്നത്, പിന്നെ മക്കത്ത് വന്നു. മക്കത്ത് നിന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചവർ നാട്ടിലേക്ക് പോയി. കുറേ പേര് മദീനയിൽ വരാത്ത ആളുകൾ ഇപ്പം മദീനയിൽ എനിക്ക് തോന്നുന്നു 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ട് 1-ാം തീയതി മുതൽ ഹാജിമാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. മലയാളി ഹാജിമാരൊക്കെ നാട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഇപ്പോഴത്തെ 30-ാം തീയതി ആണ് ലാസ്റ്റ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മലയാളി ഹാജിമാർ എത്തിയത്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് ബാക്കിൽ ഇങ്ങനെ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാരുടെ ഒരു ബാഡ്ജ് നമുക്കിവിടെ ഇങ്ങനെ അവരുടെ തട്ടത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം പ്രായമുള്ള ഉമ്മമാർ മാഷാ അല്ലാഹ് അവരൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചല്ലോ. അവർ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടാണ് അവർ മദീനയിലേക്ക് വന്നിട്ടുള്ളത്. അവർ മാത്രമല്ല എല്ലാവരും ആരോഗ്യം പടച്ചറപ്പ് കൊടുക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇബാദത്തുകളൊക്കെ എടുത്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മാഷാ അല്ലാഹ് സന്തോഷത്തോടു കൂടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാരത്ത് വന്ന് അവിടെ നിന്ന് സലാം പറഞ്ഞ് മടങ്ങാനുള്ള തൗഫീക്ക് പടച്ചറപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തല്ലോ. അതിന് വലിയൊരു അനുഗ്രഹം. നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ ഒരുപാട് പേര്, പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടും പല മലയാളികളും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത് ഹജ്ജിൻ്റെ ഹാജിമാരട്ടോ. എന്തായാലും അവർക്കൊക്കെ പടച്ചറപ്പ് നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നിയ്യത്തെടുത്ത് വന്ന് മക്കയിൽ വന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മരിച്ചവരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ കബറുടെ പടച്ചറപ്പ് വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഒത്തുചേരുന്നവരിൽ അവരെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ദുആയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ നോക്ക്, പള്ളിയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ ഒരു ഒസ്മാൻ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിൻ്റെ ഒരു കട കേട്ടോ. നല്ല സ്മെല്ല് ഇവിടെ വന്നപ്പോൾ. മാഷാ അല്ലാഹ് ഒരു ഉമ്മ നടന്നു വന്നുണ്ടോ, ഒരു കസേര വലിച്ചുകൊണ്ട് പോണേ. ഈ നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ കസേര മേടിക്കാൻ കിട്ടും. 20 റിയാൽ 25 റിയാലേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ എപ്പോഴും ഉപകാരം. നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം, ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാനൊക്കെ പറ്റും. ഏതാ 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 മണം? അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിൻ്റെ ബാക്കിൽ എന്താ വെച്ചാൽ വൈഫ് ആ കടയിൽ കയറിയിട്ട് പെർഫ്യൂമിൻ്റെ കടയിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സ്പ്രേ സാമ്പിൾ കൊടുക്കുമല്ലോ, അത് കൊണ്ടുവന്നിട്ട് നല്ല മണമുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. മാഷാ അല്ലാഹ് ഭയങ്കര സ്മെല്ല് കേട്ടോ. ഭയങ്കര സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഊതിൻ്റെയും അല്ലാത്ത പെർഫ്യൂമിൻ്റെ ഒക്കെ മണമുണ്ട്. അപ്പോൾ ഞാൻ ഊത് അങ്ങനെ ഉപയോഗിക്കലില്ല. ഊത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഊതിൻ്റെ ഭയങ്കര കുത്തുള്ള സ്മെല്ല് പറ്റില്ല, കാരണം തലവേദന എടുക്കും. മാഷാ അല്ലാഹ് നല്ല ബോട്ടിലായിട്ട് ഇതുപോലത്തെ ഒരു 75 ml ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ